ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് റവയും പഴവും വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും, മാത്രമല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ റവ വെച്ചിട്ടും പഴം വെച്ചിട്ടൊക്കെ വേറെയും സ്നാക്ക് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകം, ചെറിയ ജീരകം, സാധാരണ ജീരകമാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. 2 ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കായ പൊടിയാണെങ്കിൽ പിന്നീട് ചേർത്താലും മതിയാവും. മധുരമാണല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു മുട്ട നമുക്കിതിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വേണം. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തതാണെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പാലെടുക്കുമ്പോഴും അത് തണുപ്പൊക്കെ മാറിയിട്ട് വേണം. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുക്കുന്നതാണെങ്കിൽ തണുപ്പൊക്കെ മാറിയിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ റവ ചേർത്ത ഉടൻ തന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. റവയ്ക്ക് പകരം വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം. പക്ഷേ മൈദയേക്കാളും റവ ചേർക്കുമ്പോഴാണല്ലോ ഇത് ഹെൽത്തി ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത ബാറ്റർ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1 ടീസ്പൂണൊക്കെ മതിയാവും. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെയൊക്കെ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബേക്കിംഗ് സോഡ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയല്ലാതെ വേണമെങ്കിൽ ആവിയിൽ വേവിച്ചിട്ടും ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ അടച്ചു വെക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ കറക്റ്റ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിവിടെ റെഡിയാവാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് എടുത്തു. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. നമ്മളെടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ 20 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുക്കായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഞാനിതിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്